ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് നല്ലൊരു വീഡിയോയിലേക്ക് പോയാലോ? അടിപൊളി സമൂസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം കഴുകി വെച്ച ബീഫ് നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഇവ ചേർത്തിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ 5 വിസിലാവാൻ ആയതിനു ശേഷം നമുക്കത് ഓഫാക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് 3 ഉരുളൻകിഴങ്ങാണ്. അത് നമ്മൾ നന്നായി ചെറുതാക്കി മുറിച്ചെടുക്കുക. ശേഷം നമ്മൾ വേവിച്ച് വെച്ച കുക്കറില്ലേ, ബീഫ് വേവിച്ച് വെച്ചില്ലേ, അതിലേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുക. നമ്മൾ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ച് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും ആവശ്യമുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല കുനുകുനാന്നുള്ളൊരു ഇതിൽ നല്ല പൊടിച്ചെടുക്കുക. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സവാള കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ബീഫ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, ഇവ 4 കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം പോകുന്നത് വരെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക്, പൊടിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച ഉരുളൻകിഴങ്ങും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങ് ഉടയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സമൂസ ഷീറ്റ് ഒട്ടിക്കാനുള്ള പശ തയ്യാറാക്കാൻ വേണ്ടി മൈദപ്പൊടിയിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അടിപൊളി സമൂസ ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം ചുറ്റിയെടുത്ത് നമുക്ക് പാനിലേക്ക് ഓയിൽ വെച്ചിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെയെല്ലാം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. നല്ല മൂത്ത് പരിവാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അതാണ് നമ്മൾ അടിപൊളി സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബായ്.